മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാർക്ക് പ്രായമാകുമ്പോൾ മക്കൾ കൊടുക്കുന്ന മധുരമുള്ള അനുഭവം അതിന്ന് വളരെ കുറഞ്ഞു വരികയാണ്. ഉപേക്ഷിക്കപ്പെടുന്ന വേദനിക്കുന്ന മാതാപിതാക്കൾ, എന്നാൽ ഇതിനൊക്കെ അപവാദമെന്നോണം മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളും അതിൻ്റെ ഫലമായി മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ മക്കൾ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന അനുഭവമുള്ള ഒരു കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. പാലാ രൂപതയിലെ ചെമ്മലമറ്റം ഇടവകയിലെ തെക്കഞ്ചേരി കുന്നേൽ ദേവസ്യ ഏലിക്കുട്ടി എന്ന മാതാപിതാക്കളുടെ കുടുംബമാണ്. ദൈവം അവർക്ക് 10 മക്കളെ നൽകി. ആ 10 മക്കളും ദൈവത്തിനു വേണ്ടി ആ മാതാപിതാക്കൾ സ്നേഹം കൊടുത്തും വിശ്വാസം കൊടുത്തും ബോധ്യം കൊടുത്തും വളർത്തി. അതുകൊണ്ട് ആ മക്കൾ ഇന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളെ എന്നതിനേക്കാൾ ഉപരി ഇവരിൽ 5 പേരെ ദൈവിക ശുശ്രൂഷയ്ക്കായി മാതാപിതാക്കൾ സമർപ്പിച്ചു. അതിൽ ഒരാൾ ജലന്ധർ രൂപതയുടെ മെത്രാനായി അഭിഷിക്തനായി അഭിവന്യ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരി കുന്നേൽ പിതാവ്. ഒരു വൈദികൻ സൗത്ത് ആഫ്രിക്കയിൽ മിഷണറിയായി ജോലി ചെയ്യുന്നു. 3 സഹോദരിമാർ, 3 പെൺമക്കൾ ആരാധനാ സഭയിലെ സമർപ്പിത സന്യാസിനികളായി വലിയ ശുശ്രൂഷ ചെയ്യുന്നു. ഈ അമ്മയെ ആശ്രയിച്ചാണ് മക്കളെല്ലാവരും. അമ്മ ലോഗോസ് ക്വിസിന് ഈ 96-ാം വയസ്സിലും പരീക്ഷ എഴുതുകയും ബൈബിൾ കയ്യെഴുത്ത് പ്രതികളായി ഇത് 4-ാം തവണ പൂർണ്ണമായി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യേശയ്യ പ്രവാചകന്റെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിനു വേണ്ടി മക്കളെ വളർത്തി. 2 കൊച്ചുമക്കൾ വൈദികരായി. അങ്ങനെ മൊത്തം 7 പേർ ദൈവിക ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ കുടുംബം. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് പാലാ തിടനാട് തെക്കഞ്ചേരി കുന്നേൽ TD ജോർജ് എന്ന കുഞ്ഞേട്ടൻ്റെ വീട്. ഈ വീട്ടിലാണ് ഏലിക്കുട്ടി ദേവസ്യ എന്ന ഇവരുടെ 96 വയസ്സുള്ള അമ്മച്ചി ഇന്നുള്ളത്. അമ്മച്ചിയുടെ മൂത്ത മകനാണ് TD ജോർജ്. പാലാ ചെമ്മലമറ്റം തെക്കഞ്ചേരി കുന്നേൽ വീടാണ് അമ്മച്ചിയുടെ തറവാട് വീട്. ഈ വീട്ടിൽ ഇളയ മകനായ സിനോജ് സെബാസ്റ്റ്യനും കുടുംബത്തിനുമൊപ്പമാണ് കുഞ്ഞു ദേവസ്യ എന്നറിയപ്പെട്ടിരുന്ന ദേവസി വർക്കി എന്ന ചാച്ചനും ഏലിക്കുട്ടി ദേവസി എന്ന അമ്മച്ചിയും വസിച്ചിരുന്നത്. പലതവണ പള്ളിയുടെ കൈക്കാരനായും സൺഡേ സ്കൂൾ അധ്യാപകനായും ചാച്ചൻ സേവനം ചെയ്തിരുന്നു. ഒക്ടോബർ മാസം 29-ാം തീയതി കുഞ്ഞു ദേവസ്യ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ശേഷം ഇളയ മകൻ സിനോജ് സെബാസ്റ്റ്യനും കുടുംബവും ജോലി സംബന്ധമായ കാരണങ്ങളാൽ പലയിടങ്ങളിൽ പോകേണ്ടി വന്നതിനാൽ മറ്റു മക്കളുടെ കുടുംബങ്ങളിലായി അമ്മച്ചി മാറി മാറി താമസിക്കുകയാണ് പതിവ്.
വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ഈ മക്കൾ അമ്മച്ചിയെ സംരക്ഷിച്ചു പോകുന്നു. പാല ചെമ്മലമറ്റം 12 അപ്പസ്തോലന്മാരുടെ ദേവാലയമാണ് ഇവരുടെ ഇടവക പള്ളി. 10 മക്കളാണ് ഈ ദമ്പതിമാർക്കുള്ളത്. തികഞ്ഞ ദൈവവിശ്വാസിയും ഭക്തയും സ്നേഹസമ്പന്നയുമാണ് അമ്മച്ചി. ഈ വർഷത്തെ ലോഗോസ് ക്വിസിൽ പ്രായമായവരുടെ വിഭാഗത്തിൽ ഈ അമ്മച്ചി പങ്കെടുത്തു എന്നറിയുമ്പോഴാണ് നാം ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്നത്. കൂടാതെ ബൈബിൾ പുതിയ നിയമം ഈ പ്രായത്തിൽ അമ്മച്ചി 3-ലേറെ തവണ കയ്യെഴുത്തുപ്രതിയായി പകർത്തി എഴുതി. അതിന് തിരുസഭാ തലത്തിൽ അംഗീകാരവും നേടി. ഇപ്പോൾ ബൈബിൾ പഴയ നിയമം മുഴുവൻ പകർത്തി എഴുതുക എന്ന വലിയ ഉദ്യമത്തിലാണ് അമ്മച്ചി. ശംശയായ സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജലന്ധർ രൂപതയുടെ ബിഷപ്പ് ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരിക്കുന്നേൽ ജൂലൈ 12, 2025 ജലന്ധർ രൂപതയുടെ ബിഷപ്പായിട്ട് ചുമതലയേറ്റു. അമ്മച്ചിയുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ഭക്തിയിൽ, വളരെ വിശുദ്ധിയിൽ ജീവിച്ച് ആഗ്രഹിച്ച് അപ്രകാരം ഇരിക്കുമ്പോഴാണ് 7ാം ക്ലാസ് കടക്കാൻ സാധിക്കാതെ പോയത്. 7ാം ക്ലാസ് വരെ പഠിച്ചു, പക്ഷേ അത് ജയിച്ചില്ല. മഠത്തിൽ പോകണം, സന്യസ്തയാണെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് ജയിക്കാത്തതുകൊണ്ട് നടന്നില്ല. പക്ഷേ അത് ദൈവപദ്ധതിയായിട്ട് ഇപ്പം മനസ്സിലാക്കിയാണ്. മാതാപിതാക്കൾ 10 മക്കൾക്ക് ജന്മം നൽകി. അവർ 10 പേരെയും വിശ്വാസ തീഷ്ണതയിൽ, പ്രേക്ഷിത തീഷ്ണതയിലൊക്കെ എല്ലാവരെയും വളർത്തി. അതിൽ 5 പേര് ഇപ്പോൾ പൗരോഹിത്യ സന്യസ്ത ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ അതിൽ ഒരാൾ ഇപ്പം ബിഷപ്പായിട്ട് നിയമിക്കപ്പെട്ടു. അതൊക്കെ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ചാച്ചനും അമ്മച്ചിയും വളരെ പ്രാർത്ഥനയിൽ, ഐക്യത്തിൽ, പ്രത്യേകിച്ച് മക്കളൊക്കെ അങ്ങ് വളർന്നു കഴിഞ്ഞപ്പോഴേക്കും മറ്റ് അധ്വാനങ്ങളിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ പൂർണ്ണമായി പ്രാർത്ഥനയിൽ തന്നെയാണ് ചെലവഴിച്ചുകൊണ്ടിരുന്നത്. അമ്മച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴെനിക്കറിയാം, രാത്രിയാമങ്ങളിൽ പ്രാർത്ഥന, കട്ടിലിൽ മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ച് ഒക്കെയുള്ള അങ്ങനെയാണ് അമ്മച്ചിയുടെ ജീവിതം പോവുക. അതുപോലെ തന്നെ അമ്മച്ചി പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, 12 അപ്പസ്തലന്മാർ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. 12 അപ്പസ്തലന്മാരുടെ പേരിലുള്ള ഇടവകയാണല്ലോ. പല പ്രാവശ്യം അമ്മച്ചി വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു കുഴപ്പമില്ലാതെ അല്പം കഴിഞ്ഞ് എഴുന്നേറ്റ് പോരും, ഒടിവും ചതവും ഒന്നുമില്ലാതെ. അപ്പസ്തലന്മാർ കൂടെയുണ്ട് എന്നുള്ള ആ പ്രത്യേക വിശ്വാസം അമ്മച്ചിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. വൈദികനാകുവാൻ പോകണം എന്ന് എനിക്ക് തോന്നിയത് യഥാർത്ഥത്തിൽ തീരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെയാണ്. എനിക്ക് ഏറ്റവും പുരാതനമായിട്ടുള്ള ഓർമ്മ, എനിക്ക് ഏറ്റവും ചെറുപ്പത്തിലെ ഓർമ്മയുള്ളതാണ്. അമ്മയുടെ കാലിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു തരാൻ പറയും, എന്നെ അച്ഛനാക്കണമേ എന്നുള്ള പ്രാർത്ഥന അമ്മ ചൊല്ലിത്തരണം. ഇനി അമ്മ ചൊല്ലി തന്നില്ലെങ്കിൽ അന്നേരം ഏറ്റു പറയും, അത് ചൊല്ലിയില്ലല്ലോ, അത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും പറയിപ്പിക്കും. അപ്രകാരം ദൈവവിളി, പ്രാർത്ഥന, ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനമാണ് എന്നുള്ള അമ്മച്ചിയുടെ ആ പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഇഫക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കൊച്ചിലെ ഇപ്രകാരം മിഷണറി ആവുക, വൈദികനാവുക എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ ഉരുത്തിരുന്നത്. അതിനുശേഷം പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെയാണ് അമ്മച്ചി പിന്നീട് ബൈബിൾ എഴുതാനും പ്രാർത്ഥനകൾ എഴുതുവാനും ഒക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അമ്മച്ചി പ്രത്യേകമായിട്ട് പ്രാർത്ഥന എഴുതി അത് പ്രാർത്ഥിക്കുകയും അയച്ചു തരികയും ഒക്കെ ചെയ്യും. പത്തു മക്കളാണ് ഈ ദമ്പതിമാർക്കുള്ളത്. ജലന്ധർ രൂപതയുടെ ബിഷപ്പ് ജോസ് സെബാസ്റ്റ്യൻ തെക്കഞ്ചേരി കുന്നേൽ, ആഫ്രിക്കയിൽ സുവിശേഷ വേല തുടരുന്ന ഫാദർ ജോയി സെബാസ്റ്റ്യൻ തെക്കഞ്ചേരി കുന്നേൽ, ഒപ്പം 3 പെൺമക്കൾ സന്യാസിനിമാരായും തിരുസഭയ്ക്ക്
സ്തുത്യർഹ സേവനം തുടരുന്നു. ഈ ദമ്പതിമാരുടെ കൊച്ചുമക്കളിൽ 2 പേരും വൈദികരാണ്. ദേവാലയത്തോട് ചേർന്ന് ഭക്തകൃത്യങ്ങളിൽ കൃത്യമായി വ്യാപരിച്ച് സാമൂഹിക പ്രതിബദ്ധതയും സാധുജന സേവനവും പരസ്പര സ്നേഹവും സഹകരണവും മുഖമുദ്രയാക്കിയ ഒരു ജീവിതമായിരുന്നു ഇവരുടേത്. മക്കളുടെയും കുടുംബക്കാരുടെയും സമൂഹത്തിൻ്റെയും മുന്നിൽ ഈ ദമ്പതിമാർ എന്നും മാതൃകാ ദമ്പതിമാരായിരുന്നു. എൻ്റെ പേര് ജോർജ്. എൻ്റെ മാതാപിതാക്കന്മാരുടെ 10 മക്കളിൽ 1ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് ദൈവം തന്നത് ലിസക്കുട്ടി, പെമ്പിളകുന്നേൽ അല്ലെങ്കിൽ അധികാരം, കളത്തൂക്കടവ്. ഞങ്ങൾക്ക് 3 മക്കൾ. മൂത്തയാൾ എൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ലിജോമോൻ ഞങ്ങൾ വിളിക്കും. ഫാദർ സെബാസ്റ്റ്യൻ, ഡെന്നിസ് എന്നും വിളിക്കും, സ്കൂളിൽ ഡെന്നിസ്. 2ാമത്തെ ആൾ നൈസ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന കുര്യൻ. 3ാമത്തെ ആൾ ജോൺ പോൾ, അച്ഛനാണ്. 2 പേര് അച്ഛന്മാർ. പിന്നെ മകൻ്റെ ഭാര്യ ജൂലിയറ്റ്, തുരുത്തിപ്പാറ, പ്ലാശനാൽ. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാൾ ജോഹാൻ, 2ാമത്തെ ആൾ ജോയേൽ. എൻ്റെ മാതാപിതാക്കൾ ചാച്ചനെക്കുറിച്ച് ഒത്തിരി നല്ല ഓർമ്മകളുണ്ട്, അനുഭവങ്ങളുണ്ട്. ജീവിതത്തിൽ പകർത്തേണ്ട എന്നും കൂടെ ഉണ്ടായിരിക്കേണ്ടെന്ന പ്രാർത്ഥനയൊക്കെ എനിക്ക് പറഞ്ഞു. എൻ്റെ കൊച്ചായിരിക്കും മുതൽ ചാച്ചൻ എന്നോട് പറയും, പഠിക്കാനോ എന്തിനെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴും പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജപം, പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയിട്ട് മാത്രം തുടങ്ങുക. എന്ത് ചെയ്യാൻ പോകുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു മാതൃക എനിക്ക് തുടങ്ങി തന്നത് ചാച്ചനാണ്. അപ്പോൾ അത് ഞാൻ അന്ന് മുതൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ തോന്നുമ്പോഴെങ്കിൽ പ്രാർത്ഥന ചെല്ലും. അപ്പോൾ അതുപോലെ തന്നെ ചാച്ചൻ്റെ ജീവിത രീതികളും ബിസിനസ്സായിരുന്നു. ചാച്ചൻ്റെ ബിസിനസ്സായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വളരെ ത്യാഗപൂർവ്വമുള്ള, വളരെ പ്രയത്നം നടത്തിക്കൊണ്ടുള്ള ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരുന്നു അന്ന്. പിന്നെ ഈ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് നവീകരണത്തിലേക്ക് വരുവാനുള്ള വലിയ അനുഭവമുണ്ടായി. അപ്പോൾ അത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ തന്നെയാണ് ഞാൻ പോയത്. അവിടെ വെച്ച് എനിക്കൊരു പുതിയ ജീവിതം കിട്ടി. കാരണം ആശുപത്രിയിൽ നിന്നെല്ലാം ഉപേക്ഷിച്ചതാണ്, ഒരു ചികിത്സയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് വലിയ അത്ഭുതം. അങ്ങനെ രോഗങ്ങളെല്ലാം 4-5 രോഗങ്ങളുണ്ടായിരുന്നു. ആ രോഗങ്ങളെല്ലാം സ്പോണ്ടിലോസിസ്, അൾസറൈറ്റിസ് കൊളൈറ്റിസ്, ടോക്സോപ്ലാസ്മ ലിംഫാഡെനൈറ്റിസ്, പിന്നെ ഹാർട്ടിൻ്റെ രോഗം, ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറി. അമ്മച്ചിയെക്കുറിച്ച് എനിക്ക് ഒത്തിരി നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഞാൻ കൊച്ചായിരിക്കും മുതൽ അമ്മച്ചി എന്നെ എപ്പോഴും തലോലിച്ച് വളർത്തുമായിരുന്നു. ഞങ്ങൾക്ക് പല പിള്ളേരും 2 വർഷം കൂടുമ്പോൾ ഓരോ പിള്ളേരുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഉണ്ടായിരുന്ന ആളിനെയൊക്കെ ഇച്ചിരി കുറഞ്ഞു. 2ാമത്തെ കൊച്ചായപ്പോൾ 3ാമത്തെ കൊച്ചൊക്കെ ആയപ്പോഴേക്കും. എങ്കിൽ തന്നെയും അമ്മച്ചി അതിനുവേണ്ടി വളരെയധികം കരുതലെടുത്തിരുന്നു. ചാച്ചനെ ചേർത്ത് പിടിച്ച് ഉറക്കി കിടത്തുമ്പോഴും ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് അമ്മച്ചിയുടെ അടുത്ത് ഓടിപ്പോവും. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മച്ചി എന്നെ മോനെന്ന് പറഞ്ഞ് വിളിച്ച് അമ്മച്ചിയുടെ കയറ്റി കിടത്തുമായിരുന്നു. അപ്പോൾ അമ്മച്ചിയിൽ നിന്നും അങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും ഗുണങ്ങളും ഉണ്ട്. അത് പറഞ്ഞാൽ തീരുകയില്ല. ഓരോന്ന് ഓർത്തെടുത്ത് വരാനും ബുദ്ധിമുട്ടാണ്. എങ്കിലും അമ്മച്ചി ഇന്നും ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവം തന്നുകൊണ്ട് ഇരിക്കുന്ന ആൾ തന്നെയാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 48 വർഷമായി. കല്യാണത്തിന് മുമ്പ് അമ്മച്ചി സ്വപ്നം കണ്ടു. ലിസി എന്നൊരു പെൺകുട്ടി ആണ് കുഞ്ഞേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നതെന്ന്. അത് ഒത്തിരി കല്യാണം ആലോചിച്ചിട്ടൊന്നും നടക്കാതെ അവസാനം ഇവിടുത്തെ എൻ്റെ കല്യാണം ആലോചിച്ചപ്പോൾ ലിസിന്ന് പേരെന്ന് കേട്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്നാൽ ഇത് നടക്കുമായിരിക്കും. ഞാൻ സ്വപ്നം കണ്ടത് ലിസിന്ന് പേരുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നതാണ്. അതുപോലെ തന്നെ അത് നടന്നു. അമ്മച്ചി സ്വന്തം മകളെ പോലെയാണ്. ഒരു വ്യത്യാസവും ഇല്ലാതെ എന്നെ കൂടുതൽ സ്നേഹിച്ചു, ആദ്യം വന്നതായ കാരണം. അപ്പോൾ അമ്മച്ചിയിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ പഠിക്കാൻ പറ്റി. അമ്മച്ചി ഒരു സമയം പോലും വെറുതെ കളയുകയില്ല. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. വിശ്രമിക്കുന്ന ഒരു കാര്യം കണ്ടിട്ടേ ഇല്ല അമ്മച്ചി. ഉറക്കമില്ലാത്ത സമയം മുഴുവനും അമ്മച്ചി പ്രാർത്ഥനയാണ്. അത് നമുക്ക് വലിയ പ്രചോദനമാണ്. നമുക്കും തന്നെ അത് കാരണം പ്രാർത്ഥിക്കാൻ തോന്നും. അങ്ങനെ വളരെ അംഗങ്ങളുള്ളൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിലേക്ക് വരാനൊക്കെ സാധിച്ചു. അത് നല്ലൊരു അമ്മയും സഹോദരങ്ങളും എല്ലാം നല്ല ഇതായിട്ട് വരാനായിട്ട് സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു.
എൻ്റെ പേര് സിസ്റ്റർ ബ്രിജിറ്റ് തെക്കഞ്ചേരിക്കുന്നേൽ SABS. ഞാൻ ആരാധനാ മഠം ചങ്ങനാശ്ശേരി പ്രൊവിൻസിലെ മെമ്പറാണ്. ഞാനിപ്പോൾ പച്ച ലൂർദ് മാതാ ഹോസ്പിറ്റലിൽ അവിടെ ഗൈനക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ 52 ദിവസത്തെ സ്പിരിച്വൽ ഹീലിംഗ് റിട്രീറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കുടുംബത്തിലെ രണ്ടാമത്തെ കുട്ടിയാണ്, മൂത്ത മകളാണ്. ചാച്ചനെയും അമ്മച്ചിയെയും പറ്റിയുള്ള എൻ്റെ ഓർമ്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരായിട്ടാണ് എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ ഓർമ്മയിൽ അവർ കാണുന്നത്. കാരണം രണ്ടുപേരും അടിയുറച്ച ദൈവവിശ്വാസവും ദൈവാശ്രയവും പ്രാർത്ഥനാ ചൈതന്യവും ഞാൻ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ളത് ഒരു കാര്യമാണ്. ജീവിതത്തിലെ ഏത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ രണ്ടുപേരും പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കുന്നു, ദൈവാശ്രയത്തോടുകൂടി ജീവിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ഒത്തിരി മാതൃകയായിട്ട് കാണുന്നു. അതുപോലെ തന്നെയാണ് കഠിനാധ്വാനം. ഇപ്പോൾ രണ്ടുപേരും ഒരുപോലെ അധ്വാനിച്ചാണ് 10 മക്കളുള്ള ഞങ്ങളുടെ കുടുംബത്തെ ഈ ലെവലിൽ ചാച്ചനും അമ്മയും എത്തിച്ചത്. പ്രത്യേകിച്ച് വേറെ പുറത്ത് ജോലികളോ വരുമാനമോ ഒന്നുമില്ലെങ്കിലും അവർക്ക് കിട്ടിയ ആ സമ്പത്ത് കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ചാച്ചന് കച്ചവടമായിരുന്നു. രാവിലെ മുതൽ രാത്രി വൈകുന്നേരം വരെ ചാച്ചൻ കച്ചവടവും ബിസിനസ്സുമായിട്ട് പോകും. ആകെ ഒരു ഞായറാഴ്ച കിട്ടും. അന്ന് ബന്ധുജനങ്ങളെയും മറ്റുള്ളവരെയും സന്ദർശിക്കാനും സഹായിക്കാനുമുള്ള ദിവസമാണ്. അതുപോലെ അമ്മച്ചിയാണ് വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. പറമ്പിലെ കാര്യങ്ങളും ചാച്ചൻ്റെ നിർദ്ദേശം അനുസരിച്ച് പണിക്കാരെ കൊണ്ടാണെങ്കിലും ചെയ്യിക്കുന്നതും മക്കളുടെ കാര്യം എല്ലാം അമ്മ ചെയ്യും. 2 പേർക്കും അത്ര കഠിനാധ്വാനമായിരുന്നു. അതേപോലെ രണ്ടുപേരും വളരെ സിമ്പിളാണ്. ലാളിത്യം അവരുടെ മുഖമുദ്രയാണ്. ഇപ്പോൾ ചാച്ചനെ പറ്റി പറയുമ്പോൾ ക്ഷമയെന്ന് പറയുന്നത് അങ്ങേയറ്റം, പ്രത്യേകിച്ച് ശത്രു സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് ഞാൻ പറയും ചാച്ചൻ. കാരണം ചാച്ചൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, എതിരാളികൾ, പക്ഷേ ആരെതിര് നിൽക്കുന്നോ അവരുടെ മുമ്പിൽ തലകുനിക്കാനും അവരോട് നിരുപാധികം ക്ഷമിക്കാനും അവരെ തന്നെ ചാച്ചൻ പിന്നെ നിന്ന് സഹായിക്കുന്നത് ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ ആരും അറിയാതെ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, നമ്മൾ ആരും അറിയാതെ, ഒരു പക്ഷേ വീട്ടിൽ അമ്മച്ചി പോലും അറിയാതെ ചാച്ചൻ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞ് ചില കുടുംബങ്ങൾ ആൾക്കാർ പറയുമ്പോഴാണ് ചാച്ചനായിട്ടാണ് അവർക്ക് ബിസിനസ് ഇട്ട് കൊടുത്തത്, അല്ലെ അവരുടെ കുടുംബം കെട്ടിപ്പോക്കുവാൻ. ചാച്ചൻ ഒത്തിരി വരുമാനമുള്ളതല്ല, പക്ഷേ ഉള്ളതിൽ നിന്ന് ചാച്ചൻ സ്വന്തം എന്ന പോലെ നോക്കി പലരെയും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇവർ രണ്ടുപേരും വളരെ കലാപരമായിട്ട് കഴിവുള്ളവരാണ്, ചാച്ചനും അമ്മയും. കാരണം അന്നത്തെ കാലത്ത് രണ്ടുപേരും പാട്ടിന് വളരെ മിടുക്കരാണ്. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഇന്നുള്ള നാട്ടിലുള്ളവരൊന്നും ഹാർമോണിയം ബുൾബിളും കാണാത്ത കാലത്ത് ചാച്ചന് റബേക്കറിയാം, ബുൾബിള് സ്വന്തമായിട്ടുണ്ട്, ഹാർമോണിയം ഉണ്ട്, ഓടക്കുള്ളിലുണ്ട്. ഇതെല്ലാം ചാച്ചനറിയാം. ഞാനൊക്കെ ജനിച്ച് എനിക്ക് തോന്നുന്നു 4-5 വയസ്സുള്ളപ്പോൾ തുടങ്ങി ഈ ഹാർമോണിയം വായിക്കുന്ന ചാച്ചനെയും ബുൾബിളും ഒക്കെ വായിച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അടുത്തുള്ള ചേട്ടന്മാരും എല്ലാം കൂടെ കൂടി പാട്ടുമൊക്കെ പാടി ഞങ്ങളെ അതിൻ്റെ നടുക്കിരുത്തി ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു ചാച്ചനെയാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ മക്കളെയൊക്കെ അതുകൊണ്ട് കലാപരമായിട്ടും കായികപരമായിട്ടും വളർത്താൻ ചാച്ചന് വളരെ ഉത്സുകരായിരുന്നു. ഇന്ന് നമ്മൾ ആ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും ഈ കഴിവെല്ലാം വ്യാപിച്ചിട്ടുണ്ട്. ഒത്തിരി സാമ്പത്തികം ഇല്ലെങ്കിൽ പോലും എവിടെ ഡാൻസ് പഠിക്കണോ, പാട്ട് പഠിപ്പിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് പള്ളിയിലോ സ്കൂളിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മക്കളെ പ്രോത്സാഹിപ്പിച്ച് വിടുമായിരുന്നു. അമ്മച്ചി വീട്ടിനകത്താണെന്ന് പറഞ്ഞാലും അമ്മച്ചിക്ക് ഒത്തിരി കഴിവുള്ള വ്യക്തിയാണ്. അമ്മച്ചി പഠിക്കാൻ സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ ബെസ്റ്റായിരുന്നു, ഫസ്റ്റായിട്ടിരുന്നത് അമ്മച്ചി തന്നെ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ് ആയപ്പോൾ അമ്മച്ചിക്ക് വസൂരി വന്നു, 5-8 ദിവസം ബോധമില്ലാതെ കിടന്നു എന്നാണ് കേട്ടത്. അതുകൊണ്ട് ആ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പോയില്ല. അല്ലെങ്കിൽ അമ്മച്ചിക്ക് വളരെ ഉയർന്ന ഉദ്യോഗത്തിൽ പോകാമായിരുന്നു. അവിടെ വെച്ച് പഠിത്തം നിർത്തി. പിന്നെ അന്നത്തെ കാലത്ത് പെട്ടെന്ന് അങ്ങ് കെട്ടിച്ചു വിട്ട് സിസ്റ്ററാകാൻ ഒത്തിരി ആഗ്രഹമായിരുന്നു. 10 മക്കളിൽ 3ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ പേര് തോമസ് എന്നാണ്. തോമാച്ചൻ എന്ന് വീട്ടിൽ വിളിക്കുന്നു. എൻ്റെ ഭാര്യ ലില്ലിക്കുട്ടി, പൈകടയിലെ പാലായിൽ. ഞങ്ങൾക്ക് 4 മക്കളാണ്. 4 മക്കളിൽ മൂത്തയാളാണ് അഞ്ചുമോളെന്ന് ഞങ്ങൾ വിളിക്കുന്നു. 2ാമത്തേതാണ് ഡേവിസ്. 3ാമത്തെ ആൾ ഇവിടെ എത്തിയിട്ടില്ല, ക്രിസ്റ്റി എന്നാണ് വിളിക്കുന്നത്. 4ാമത്തെ ആളാണ് ഡോണ ഇങ്ങനെ നിൽക്കുന്നത്. അമ്മച്ചിയായിരുന്ന എല്ലാ കാര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾ മുഴുവൻ, കടയിലോട്ട് പോകുന്നവരും വരെയുള്ള കാര്യങ്ങളെല്ലാം അമ്മച്ചി തന്നെ പറഞ്ഞു തരും. സ്കൂളിൽ പോകുന്ന മുതലേ അമ്മച്ചിയുടെ നിർദ്ദേശങ്ങൾ, അത് കഴിഞ്ഞ് ഇപ്പോഴാണേലും അതെ, എല്ലാ കാര്യത്തിലും അമ്മച്ചിയുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലാതെ ഇപ്പോഴും അതുകൊണ്ട് അമ്മച്ചിയെ ഞങ്ങൾ ഓർക്കുന്നു. ചാച്ചനും അമ്മച്ചി ഒരുപോലെ പോയിക്കൊണ്ടിരുന്ന പോലെ തന്നെ ഞങ്ങളിപ്പം കുഴപ്പമില്ലാതെ തന്നെ ജീവിതത്തിലും ബിസിനസ്സിലും വീട്ടിലെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 44 വർഷമായി. ഇതുവരെ ഞാനും അമ്മച്ചിയും തമ്മിൽ യാതൊരു വഴക്കും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അമ്മച്ചിയും ചാച്ചനൊക്കെ എന്നും പള്ളിയിലൊക്കെ പോകുന്ന എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുമായിരുന്നു.
പിള്ളേരെയൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചത് അമ്മച്ചിയാണ്. എല്ലാ കാര്യങ്ങളും അമ്മച്ചി നോക്കുമായിരുന്നു. പിള്ളേരെയൊക്കെ മൂത്ത പിള്ളേരുണ്ടാകുമ്പോൾ ഇളയ പിള്ളേരുണ്ടാകുമ്പോൾ മൂത്ത പിള്ളേരെ അമ്മച്ചി തന്നെയായിരുന്നു നോക്കുന്നതൊക്കെ. ഈ കുടുംബത്തിലെ അംഗമായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ എൽസിറ്റ് SABS. ഞാൻ ജഗദൽപൂർ പ്രോവിൻസിലെ മെമ്പറാണ്. ഇപ്പോൾ ജനറലേറ്റിൻ്റെ ഹൗസ് ചമ്പക്കുളത്തുള്ള കുര്യാളശ്ശേരി മ്യൂസിയത്തിലാണ് 3 വർഷത്തേക്ക് എന്നെ അമ്മ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ടീച്ചറായിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ വീട്ടിലെ 5ാമത്തെ ആളാണ്. ഞാൻ ചാച്ചനോട് എന്ത് ചോദിച്ചാലും ചാച്ചൻ അത് അനുവദിച്ച് തരുമായിരുന്നു. അപ്പോൾ ദൈവം അത് അനുവദിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഓർക്കാണ്, ചെറുപ്പമായിരുന്നപ്പോൾ മുതൽ നഴ്സറി പഠിക്കുന്ന കാലം മുതൽ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ എപ്പോഴും പൂവ് തറാൻ പോകാനും ഒക്കെ എല്ലാ പള്ളിയിലോട്ടും ഒക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. 3 പള്ളിയിൽ പോയി ഞാൻ പൂവ് തറാനൊക്കെ പോയിട്ടുണ്ട് കൊച്ചായിരിക്കുമ്പോൾ. അതുപോലെ തന്നെ സ്റ്റേജിൽ എപ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഞാൻ ഉണ്ടായിരിക്കും. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഒഫീഷ്യലായിട്ട് ക്ലാസിക്കലായിട്ട് ഡാൻസ് പഠിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടി. ചാച്ചൻ അതിന് അനുവാദം തന്നു, പൈസ കൊടുത്തു, പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നീട് 2 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാനും ഉള്ള അനുവാദം ചാച്ചൻ തരികയും എനിക്കത് പഠിക്കാനുള്ള കൃപ കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ കലാപരമായിട്ട് ചാച്ചൻ ഒത്തിരി നല്ല കലാകാരനായിരുന്നു. ചാച്ചന് യോഗ ചെയ്യുകയും മെയ് വഴക്കം കിട്ടണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ ആവശ്യപ്പെടുന്നപ്പോഴെല്ലാം ചാച്ചൻ അത് അനുവദിച്ചു. ഞാനെന്നല്ല, ആര് ചോദിച്ചാലും ചാച്ചൻ അനുവദിക്കും. പക്ഷെ ചോദിക്കുന്നവർക്ക് കൂടുതൽ കൊടുക്കും എന്നുള്ളതാണ്. അതുപോലെ അമ്മച്ചിയാണേലും പാട്ട് പഠിക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ അമ്മച്ചി എന്നെ പ്രോത്സാഹിപ്പിക്കാൻ. അതുപോലെ അമ്മച്ചി പാട്ട് പാടുകയും പാടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ പേര് മിനി. ഞാൻ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും 7ാമത്തെ മകളാണ്. എൻ്റെ ഭർത്താവാണ് ഈ നിൽക്കുന്ന ജോസ്. എന്നെ കെട്ടിച്ചത് തീക്കോയി പുല്ലാട്ട് കുടുംബത്തിലാണ്. ഞങ്ങൾക്ക് 3 ആൺമക്കളാണ് ഉള്ളത്. മൂത്തയാൾ ജെറിൻ. അവൻ്റെ വിവാഹം കഴിഞ്ഞു. അവൻ വിവാഹം കഴിച്ചിരിക്കുന്ന മോടെ പേര് ജുവൽ എന്നാണ്. എരുമേലി ആണ് അവരുടെ വീട്. കാരന്താനം എന്ന് പറയും. 2ാമത്തെ ആളാണ് ഈ നിൽക്കുന്ന ഡോക്ടർ സെബിൻ. അവൻ ദന്ത ഡോക്ടറാണ്. അവൻ പാലായിലും 2 2 ക്ലിനിക്കുകളിലായിട്ട് വർക്ക് ചെയ്യുന്നു. 3ാമത്തെ മകൻ ഐവിനാണ്. അവൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 33 വർഷമാകുന്നു. ചാച്ചനെയും അമ്മച്ചിയെയും കുറിച്ച് പറയുവാണെങ്കിൽ അവർ ഭയങ്കരമായ നല്ല പ്രാർത്ഥനാ ചൈതന്യത്തിലാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. വിശുദ്ധ കുർബാന പ്രത്യേകമായിട്ടും ഞായറാഴ്ചകൾ ഒരിക്കലും തന്നെ മുടക്കുകയില്ല. ഞായറാഴ്ച രാവിലെ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിക്കവാറും വൈകുന്നേരം എവിടെ കുർബാനയുണ്ടോ അവിടെ അന്വേഷിച്ച് പോകും. വാരിയാനിക്കാട് പള്ളി, അല്ലെങ്കിൽ ഞങ്ങൾ മയിലാടി ഒരു മഠമുണ്ട്, അവിടെ പോകും. അത് കഴിഞ്ഞ് പിന്നീടാണ് കാളകെട്ടിയിൽ ഒരു കപ്പാട് പള്ളിയുടേതായിട്ടുള്ള ഒരു ചെറിയ പള്ളി തുടങ്ങിയത്. അവിടെ കുർബാന തുടങ്ങുമ്പം അവിടെ പോകും. അങ്ങനെ ഒരിക്കലും ഞങ്ങളെ കുർബാന മുടക്കിയിട്ടില്ല. ഞങ്ങളെ അത് കണ്ടാണ് ഞങ്ങൾ വളർന്നു വന്നത്. അതുപോലെ സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കിയിരുന്നില്ല. അത് മുട്ടയിൽ നിന്ന് തന്നെ ചെല്ലണം. മുട്ടിൽ അമ്മച്ചിയൊക്കെ ചെയ്യുന്നത് കണ്ട് ഞങ്ങളും മുട്ടയിൽ മണലിൽ ഒക്കെ വിരിച്ച് നിന്ന് മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കും. കൈ വിരിച്ച് പിടിച്ച് നിന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ക്ഷമയുടെ വലിയൊരു പാട് അമ്മച്ചി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മച്ചിയും ചാച്ചനും അതെ. ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഞാനും റൂബിയും മനോജും സുനോജും ഞങ്ങളാണ് ഏതാണ്ട് ഒരു തരിപ്പടിക്കാരായിട്ട് നിന്ന്. അതിന് മൂത്തവരൊക്കെ മഠത്തിലുമൊക്കെ പോയി. അന്നേരം ഞങ്ങൾ ചെറിയ ചെറിയ വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ഉണ്ടാകുമ്പോൾ അമ്മച്ചിയോടൊന്ന് പറയും, മിണ്ടാതിരിക്കുമ്പോൾ ഞങ്ങൾക്കും വിഷമം. അപ്പോൾ അമ്മച്ചിയോടൊന്ന് പറയും, അമ്മച്ചി മിണ്ടുന്നില്ല എന്ന് പറയും. അമ്മച്ചി പറയും, ചെന്ന് ക്ഷമ ചോദിക്കാൻ പറയും. അത് ഇളയത്തവരോടാണേലും മൂത്തയാളോടാണേലും ക്ഷമ ചോദിക്കാൻ പറഞ്ഞു വിട്ടാൽ ഞങ്ങൾ ചെന്ന് ക്ഷമ ചോദിക്കും. ക്ഷമ ചോദിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടുകൂടും. അങ്ങനെ ഞങ്ങളെ എപ്പോഴും വഴക്കുണ്ടാകാതെ സ്നേഹത്തിൽ എപ്പോഴും കൂട്ടുകൂടി ജീവിക്കാനായിട്ട് അമ്മച്ചിയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അമ്മച്ചിയും ചാച്ചനും അതുപോലെ തന്നെ ഒരുപോലെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ മൂത്ത മോന് ഉണ്ടായി കഴിഞ്ഞപ്പം 4 മാസം കഴിഞ്ഞ് 5ാമത്തെ മാസം എൻ്റെ കാലൊടിഞ്ഞു. ഞാൻ എൻ്റെ കെട്ടിച്ച് വിട്ട വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലൊടിഞ്ഞു. മോനെയും കൊണ്ട് ഞാൻ വീണു. അത് കഴിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണേലും
എനിക്കറിയാം അമ്മച്ചി എന്നെ അങ്ങേയറ്റം കാര്യമായിട്ട് നോക്കി. അമ്മച്ചി മാത്രമല്ല, എൻ്റെ നാത്തൂമാരും അവരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എന്നെ നന്നായിട്ട് നോക്കി. മൂത്ത ചേച്ചിയാണേലും അവർ തറനാട്ടാണേലും അവരവിടെ നിന്ന് എന്നെ നോക്കാനായിട്ട് ഒന്നരാടം ദിവസം ചേച്ചി വരുമായിരുന്നു കുളിപ്പിക്കാനും അങ്ങനെ ശുശ്രൂഷ ചെയ്യാനും കൊച്ചിനെ നോക്കാനും ഒക്കെ ആയിട്ട് 3 പേരും എനിക്ക് ഒരമ്മയുടെ സ്ഥാനത്ത് ആയിരുന്നു. അമ്മച്ചിയെ പോലെ തന്നെയായിരുന്നു ഈ 2 നാത്തൂമാരും. പിതാവിൻ്റെ ഒരു പെങ്ങളെ മാത്രമേ കെട്ടിച്ചു വിട്ടിട്ടുള്ളൂ. ആ കെട്ടിയിരിക്കുന്ന ആളാണ് ഞാൻ. ഈ വീട്ടിൽ നിന്ന് വിവാഹം കഴിക്കാനും ഇവിടെ കൂടുവാനും പ്രവർത്തിക്കാനും ഒക്കെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല പെരുമാറ്റവും ഞങ്ങൾക്കെല്ലാം നല്ല സമീപനവും എല്ലാം തന്നുകൊണ്ടിരുന്ന അളിയന്മാരും എല്ലാ കാര്യത്തിനും നല്ല ഉപദേശവും നല്ല ചിന്തകളും പിതാവ് ഞങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരികയും പിള്ളേരുടെ കാര്യമാണേലും വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും പറയുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നല്ലൊരു കുടുംബം ഇവിടെ നിന്നുണ്ടായി. അതിൽ നിന്ന് ഞങ്ങളും ഉണ്ടായി. ദൈവത്തിന് ഏറ്റവും നന്ദി പറയുന്നു ഞാൻ ഈ അവസരത്തിൽ. ദൈവം ദാനമായി നൽകി 10 മക്കളെ, 5 പേരെ പ്രേക്ഷിതരായി ദൈവത്തിനേകി. ജോയിച്ചനും മെത്രാനായ ജോസ് പിതാവും 2 കൊച്ചു മക്കളായ വൈദികരും 44 പേരും ഒന്നായി ദൈവപിതാവിനെ വാഴ്ത്തിപ്പാടാം. ത്യാഗമേറെ ചെയ്തു, സ്നേഹസേവനം ചെയ്തു, കഠിനമായി ജോലി ചെയ്തു മക്കൾ ഞങ്ങൾക്കായി. ആത്മീയവും ഭൗമിക സമ്പത്തും നേടി മക്കളെ സമ്പന്നരാക്കി. മക്കൾ ഞങ്ങൾ നന്ദിയോടെ ദൈവപിതാവിനെ വാഴ്ത്തിപ്പാടാം. സ്നേഹപിതാവാം ദൈവമേ, കാരുണ്യരൂപനമേശുവേ, പാവനരൂപാലക, നന്ദിയോടെ കുന്നു കീർത്തനം. ദൈവം തന്ന നന്മകൾക്കു നന്ദി ഏകിപ്പാടാ. മാതാപിതാക്കളെ ഓർത്തുപാടാ. പ്രിയ സഹോദരങ്ങളെ, ഈ തെക്കഞ്ചേരിക്കുന്നേൽ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ 2ാം ഭാഗം കൂടുതൽ വിശേഷങ്ങളും നല്ല വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം. മറക്കാതെ കാണണം. നന്ദി. മധുരം ജീവിത സായാഹ്നം, മഹനീയം ഈ സായം സന്ധ്യ. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.